ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ തരം വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുരിദാറിലായാലും സാരീസിലായാലും നമുക്ക് ഡിസൈൻ കൊടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഡിസൈൻ കൊടുക്കുന്നതിന് മുൻപ് ആ ഡിസൈൻ എങ്ങനെയാണ് സാരിയിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും വരയ്ക്കുക, അതിനെന്തൊക്കെ വേണം എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. അതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ, നമ്മൾ എന്താണ് ഡിസൈൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആദ്യം തന്നെ എടുത്ത് വയ്ക്കും. ഞാനിവിടെ ഇതാ ചെറിയൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലവറിൻ്റെയും ഒരു പൂമ്പാറ്റയൊക്കെ ആയിട്ട്. പിന്നെ അത് ട്രേസ് ചെയ്യാൻ ആവശ്യമായ ചെറിയൊരു ട്രേസിങ് പേപ്പറും എടുത്തു വെക്കുക. പിന്നെ നമ്മൾ ട്രേസ് ചെയ്യുന്നത് ഒരു ക്ലോത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ സാരീസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിൽ നോർമൽ കാർബൺ പേപ്പർ അല്ല ഉപയോഗിക്കുക, മറിച്ച് ഇങ്ങനെ ഒരു യെല്ലോ കാർബൺ ഷീറ്റ് ആണ് ഇതിന് ഉപയോഗിക്കുക. യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളർ കാർബൺ ഷീറ്റ് നമുക്ക് ബട്ടൺ ഹൗസിലായാലും അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിലും ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തത് ചോദിച്ച് തന്നെ വാങ്ങണം. ഈ തരം കാർബൺ ഷീറ്റാണ് നമുക്ക് ക്ലോത്തിലായിട്ട് വരയ്ക്കാനായി ഉപയോഗിക്കുന്നത്, അല്ലാതെ നമ്മൾ ബുക്കിൽ വരയ്ക്കുന്ന നോർമൽ കാർബൺ ഷീറ്റ് അല്ല. അറിയുന്നവർക്ക് ഈ വീഡിയോ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കാണാൻ മറക്കരുത്. ഒരുപാട് പേർക്കുണ്ടാവും ഇങ്ങനെ സ്വന്തം ഡ്രസ്സിൽ ഡിസൈൻ കൊടുക്കണം, പക്ഷെ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തത്. അപ്പോൾ അവർക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ ഈ നോർമൽ കാർബൺ ഷീറ്റ് മാറ്റി ഈ വൈറ്റ് കളർ കാർബൺ ഷീറ്റാണ് ഇതിനായിട്ട് ഡ്രസ്സിലായാലും ചുരിദാറിലും എല്ലാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ട്രേസ് ചെയ്യാനായിട്ട്. പിന്നെ മെയിനായിട്ട് ആവശ്യമുള്ളത് ക്ലോത്ത് ആണ്. ഞാനിവിടെ ഒരു വൈറ്റ് കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഏത് ഡ്രസ്സാണോ നിങ്ങൾ ട്രേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വേണം നിങ്ങൾ കാർബൺ പേപ്പർ അതിൽ വെക്കാനായിട്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സാധാരണ നോർമൽ ഒരു കോട്ടന്റെ പീസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ട്രേസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ക്ലോത്ത് വിരിച്ച് അതിൻ്റെ മുകളിൽ യെല്ലോ കാർബൺ ഷീറ്റ് വിരിച്ച്, പിന്നെ നമുക്ക് എന്താണോ ട്രേസ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രിന്റ് ഔട്ട് മുകളിൽ വെച്ച്, ശേഷം ട്രേസിംഗ് പേപ്പർ വെച്ച്, പിന്നെ ആവശ്യാനുസരണം ട്രേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു പൂ മാത്രമാണ് ട്രേസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ക്ലോത്തിൽ വരുന്നത് നമുക്ക് നോക്കാം. ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ പേന കൊണ്ടോ നമുക്ക് ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയിൽ അമർത്തി തന്നെ ട്രേസ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ക്ലോത്ത് വിരിച്ച് കാർബൺ പേപ്പർ വിരിച്ച് ട്രേസിംഗ് പേപ്പർ വെച്ച്, എന്നിട്ട് ഇത് ട്രേസ് ചെയ്തെടുക്കുക. വരയ്ക്കുമ്പോൾ നല്ല അമർത്തി തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ
നല്ല അടിപൊളിയായിട്ട് ട്രേസ് ചെയ്യാം. അതിനുശേഷം നല്ല ഭംഗിയിൽ അതിൽ ഡിസൈനൊക്കെ കൊടുത്ത് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ചെയ്ത് ഡ്രസ്സിന് ഡിസൈൻ നൽകുക. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.